നമസ്കാരം. ഞാൻ ഡോക്ടർ പി ലക്ഷ്മിയമ്മാൾ, പട്ടം SUT ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ്. കേരളത്തിലുള്ള എല്ലാവരും തന്നെ ആരോഗ്യത്തെപ്പറ്റി വളരെ ബോധവതികളും ബോധവാന്മാരുമാണ്. ഒരു ഗർഭകാലത്ത് വേണ്ട ശുശ്രൂഷയുടെ മെഡിക്കൽ ആരോഗ്യ പരിരക്ഷയുടെ എല്ലാ വശങ്ങളെപ്പറ്റിയും ചിന്തിക്കുകയും അതെല്ലാം അവർക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ പ്രസവം കഴിഞ്ഞുള്ള കാലഘട്ടത്തിൽ, പ്രസവം കഴിഞ്ഞുള്ള 6 ആഴ്ച അല്ലെങ്കിൽ 3 മാസം അവർക്ക് എന്ത് പ്രസവ പരിരക്ഷയാണ് കിട്ടുന്നത് അല്ലെങ്കിൽ എന്താണ് അവർക്ക് കിട്ടേണ്ടത് എന്നതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുകയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. പ്രസവം കഴിഞ്ഞ് കുഞ്ഞിനെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്ന് നമുക്ക് കരുതാമോ? ഇത് കഴിഞ്ഞുള്ള ശുശ്രൂഷ ഓരോ കുടുംബത്തിൻ്റെയും ഓരോ സമൂഹത്തിൻ്റെയും ഇഷ്ടമനുസരിച്ച് ആചാരമനുസരിച്ച് പ്രസവ ശുശ്രൂഷ നടത്തിക്കൊണ്ട് പോവുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ ആരോഗ്യപരമായി എന്താണ് ഈ 1 മാസം അല്ലെങ്കിൽ 6 ആഴ്ച ഗർഭിണിക്ക് കിട്ടേണ്ട പരിരക്ഷ എന്ന് നമുക്ക് ചിന്തിക്കാം. പ്രസവം കഴിയുമ്പോൾ പ്രസവത്തിൻ്റേതായ എല്ലാം കഴിഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കരുത്. പ്രസവ സമയത്ത് നമുക്കുള്ള ഗർഭിണികൾക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ രക്തം കട്ടപിടിക്കാനുള്ള സാധ്യത കൂടുന്നു എന്നുള്ളതാണ്. ഈ സാധ്യത പ്രസവം കഴിഞ്ഞ് 6 ആഴ്ച വരെ നീണ്ടു നിൽക്കും. അതായത് ഗർഭിണികളുടെ രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? കാലിലെ രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുകയും അത് അവർ നടന്നു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തു തുടങ്ങുമ്പോൾ ആ രക്തക്കട്ട അവിടുന്ന് മുകളിലേക്ക് പോയി ശ്വാസകോശങ്ങളിൽ അടഞ്ഞ് പെട്ടെന്ന് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി ഗർഭിണി എന്താണ് ചെയ്യേണ്ടത്? ഇവർക്ക് റിസ്ക് കൂടുതലാണെങ്കിൽ അതിനുള്ള ഇഞ്ചക്ഷൻസൊക്കെ സാധാരണഗതിയിൽ ആശുപത്രിയിൽ വെച്ച് തന്നെ കൊടുക്കും. പക്ഷേ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇതിനുള്ള സാധ്യത കൂട്ടുന്ന ഘടകം എന്താണ്? നമ്മളുടെ കാലുകളിലെ രക്തക്കൊഴലുകളിലാണ് ഈ രക്തം കട്ടപിടിച്ചു തുടങ്ങുന്നത്. അപ്പോൾ കാല് അനക്കാതെ വയ്ക്കുകയാണെങ്കിൽ, അതായത് നാട്ടിൻപുറത്തെ ഒരു രീതി അനുസരിച്ച് പ്രസവിച്ച സ്ത്രീകൾക്ക് പരിപൂർണ വിശ്രമമാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പരിപൂർണ വിശ്രമം എടുക്കുകയും ആവശ്യത്തിന് പോലും എണീറ്റ് നടക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ കാലിൽ രക്തം കട്ടപിടിക്കുന്നത് കൂടും. കാര്യം കാലിലെ പേശികൾ അനങ്ങുന്നത് വഴിയാണ് കാലിലെ രക്തയോട്ടം മുകളിലേക്ക് എത്തുന്നത്. ഈ പേശികൾ നമ്മൾ വേണ്ടത്ര അനക്കാതിരിക്കുമ്പോൾ അവിടെ രക്തയോട്ടം കുറയുകയും രക്തം കട്ടപിടിക്കാനുള്ള സാധ്യതയെ കൂടുകയും ചെയ്യും. സോ ഗർഭിണികൾ അനാവശ്യമായ വിശ്രമം എടുക്കരുത്. പ്രസവം കഴിഞ്ഞാൽ ഒരു സാധാരണ സ്ത്രീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുക തന്നെ വേണം. രണ്ടാമത്, രക്തത്തിൻ്റെ കട്ടി കൂടിക്കഴിഞ്ഞാൽ രക്തം കട്ടപിടിക്കാനുള്ള സാധ്യത കൂടും. എങ്ങനെയാണ് രക്തം കട്ടപിടിക്കുന്നത്? നമ്മുടെ ശരീരത്തിലെ ജലാംശം കുറയുമ്പോൾ. പരമ്പരാഗതമായ പ്രസവരക്ഷ എന്ന് പറയുന്നതിൽ ഗർഭിണികൾക്ക് വെള്ളം കൊടുക്കുന്നത് കുറയ്ക്കുന്നു. ഇതിനൊരു കാരണം പറയുന്നത് വെള്ളം കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ അടിവയർ ചാടും എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം തീർച്ചയായിട്ടും ഇല്ല. അടിവയർ ചാടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ 9 മാസം ഈ വളർന്ന ഗർഭപാത്രം, മറുവെള്ള, അതിനകത്തെ വെള്ളം, 3-4 കിലോ വരുന്ന കുഞ്ഞ്, ഇതിനെയൊക്കെ താങ്ങി നമ്മുടെ വയറ്റിലെ പേശികളുടെ ഇലാസ്റ്റിസിറ്റി കുറയുന്നു. അപ്പോൾ അത് വലിഞ്ഞു തൂങ്ങുന്നു. അപ്പോൾ ആ ഒരു പേശിയുടെ ബലക്കുറവ് കൊണ്ടാണ് ഈ അടിവയർ ചാടുന്നത്. അപ്പോൾ നമ്മൾ അതിന് വെള്ളം കുടിക്കാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ലെങ്കിൽ 1 തുടങ്ങി 2 ലിറ്റർ വരെ ഒരു ദിവസം പ്രസവം കഴിഞ്ഞവർ വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും രക്തം കട്ടപിടിക്കാനുള്ള സാധ്യതയും പൾമനറി എംബോളിസം എന്നുള്ള മാരകമായ അസുഖം വരാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് വെള്ളം ധാരാളം കുടിക്കണം. പിന്നെ രണ്ടാമത് അവർ ചെയ്യേണ്ട 2 പ്രധാന കാര്യങ്ങളാണ് ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ആഹാരക്രമം. പ്രസവം കഴിഞ്ഞാൽ കുഞ്ഞിന് മുലപ്പാൽ ഊറാൻ എന്ന് പറഞ്ഞ് കൂമ്പാരം കൂട്ടി ചോറ് കഴിപ്പിക്കുക, ആവശ്യത്തിലും ഇരട്ടി ആഹാരം കൊടുക്കുക. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൻപുറത്ത് നടക്കുന്നത്. സാധാരണ ഒരാൾ കഴിക്കുന്നതിൽ കൂടുതൽ, ഒരു 400 കാലറി കൂടുതൽ ഭക്ഷണമേ മുലയൂട്ടുന്ന അമ്മയ്ക്ക് ആവശ്യമുള്ളൂ. ഈ ഭക്ഷണം ലഭിക്കാനായിട്ട് 1 ഗ്ലാസ് പാല്, 1 ഏത്തപ്പഴം,
ഒരു ദോശ, ഒരു കുറച്ച് ചോറ്, ഇത് കൂടുതൽ കഴിച്ചാൽ മാത്രം മതിയായിരിക്കും. ചോറിൻ്റെ അളവ് കൂട്ടാത്തതാണ് നല്ലത്. കാര്യം ചോറിൻ്റെ അളവ് കൂടുമ്പോൾ ദുർമേധസ് ഉണ്ടാകുന്നു. അപ്പോൾ കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് വെള്ളം ധാരാളം കുടിക്കുക, പഴവർഗ്ഗങ്ങൾ കൂടുതൽ കഴിക്കുക, പച്ചിലക്കറികൾ കൂടുതൽ കഴിക്കുക, പ്രോട്ടീനുള്ള ഭക്ഷണം, അതായത് മുട്ടയുടെ വെള്ള, മത്സ്യം, പയറുവർഗ്ഗങ്ങൾ ഇതൊക്കെ കൂടുതൽ കഴിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഒരു പ്രസവം കഴിഞ്ഞ സ്ത്രീ അത്യാവശ്യം ശ്രദ്ധിക്കേണ്ടത് സാധാരണയുള്ള ജോലികളിൽ ഏർപ്പെടുക, ഭക്ഷണം ക്രമമായി കഴിക്കുക, പിന്നെ അമിത വണ്ണം വയ്ക്കാതിരിക്കാൻ വ്യായാമങ്ങളിൽ ഏർപ്പെടുക. ഒരു പ്രസവം കഴിഞ്ഞ സ്ത്രീക്ക് സാധാരണ സ്ത്രീകൾ ചെയ്യുന്നത് പോലെ നടക്കാൻ പോകാം. പിന്നെ നമ്മുടെ കയ്യും കാലിനും അയവ് വരുന്ന എക്സസൈസ് ചെയ്യാം. അടിവയറ് കുറയ്ക്കാനായിട്ടുള്ള പ്രത്യേക എക്സസൈസും ചെയ്യാം. ഇതൊക്കെ പ്രസവം കഴിഞ്ഞ് ഒരു താഴെയുള്ള തയ്യലിൻ്റെയോ വയറ്റിൻ്റെ തയ്യലിൻ്റെയോ വേദന മാറിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ, അതായത് ഒരു 3-4 ദിവസത്തിനകം തന്നെ ഇത് ചെയ്യാം എന്നിരിക്കെ അമിതമായ റെസ്റ്റ് എടുക്കാതെ വെള്ളം കുടിക്കാതിരുന്നത് വഴി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നോക്കുകയാണ് നമ്മൾ വേണ്ടത്. ഇതുവഴി അമ്മയുടെ ആരോഗ്യവും കുഞ്ഞിനുള്ള മുലപ്പാൽ കിട്ടുന്നത് വഴി കുഞ്ഞിൻ്റെ ആരോഗ്യവും നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. നന്ദി, നമസ്കാരം.